അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വബഅദ്. സുന്നത്ത് നോമ്പുകൾ നോൽക്കാൻ പാടില്ലാത്ത ചില ദിവസങ്ങളുണ്ട്. അതേതൊക്കെയാണ് എന്ന് സൂചിപ്പിക്കാം. ഒന്ന്, വെള്ളിയാഴ്ച ദിവസം മാത്രമായി നോമ്പെടുക്കരുത്. ഒന്നുകിൽ വ്യാഴാഴ്ച കൂടി എടുക്കണം, അല്ലെങ്കിൽ വെള്ളിയാഴ്ചയ്ക്ക് ശേഷം ശനിയാഴ്ച എടുക്കണം. വെള്ളിയാഴ്ച മാത്രമായി നോമ്പ് നോൽക്കാൻ പാടില്ല എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. രണ്ടാമത്തത്, ഇതേപോലെ തന്നെ ശനിയാഴ്ച ദിവസം മാത്രമായി നോമ്പെടുക്കരുത്. ഒന്നുകിൽ വെള്ളിയാഴ്ച എടുക്കണം, അല്ലെങ്കിൽ ഞായറാഴ്ച കൂടി എടുക്കണം. ശനിയാഴ്ച മാത്രമായി നോമ്പെടുക്കരുത് എന്ന് ചില ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ചെറിയ പെരുന്നാൾ ദിവസം നോമ്പെടുക്കാൻ പാടില്ല. ചെറിയ പെരുന്നാൾ ദിവസം നോമ്പെടുക്കരുത്. അതേപോലെ തന്നെ ബലിപെരുന്നാൾ ദിവസവും നോമ്പെടുക്കരുത്. അതിനുശേഷം അയ്യാമു തശ്രീഖിൻ്റെ ദിവസങ്ങൾ അഥവാ ദുൽഹജ്ജ് 11, 12, 13 ഈ ദിവസങ്ങളിലും നോമ്പെടുക്കാൻ പാടില്ലാത്തതാണ്. എന്നാൽ ഹജ്ജിൻ്റെ തമത്തു, അതേപോലെ തന്നെ ഖിറാൻ എന്നുള്ള നിലക്കുള്ള 2 നിലക്കുള്ള ഹജ്ജുകളുണ്ട്. അതിൽ ഉരുവിന് അറക്കൽ, ഹദീന് അറക്കൽ വാജിബാണ്. അതിന് കഴിയാത്ത ആളുകൾക്ക് അയ്യാമു തശ്രീഖിൻ്റെ ദിവസങ്ങളിൽ 3 നോമ്പെടുക്കാൻ അനുവാദമുണ്ട്. അല്ലാത്തവരൊന്നും തന്നെ അയ്യാമു തശ്രീഖിൻ്റെ നാളുകളിൽ നോമ്പെടുക്കാൻ പാടില്ല. അതേപോലെ തന്നെ പതിവായി നോമ്പ് നോൽക്കുന്നവരോ ഖളാ നോമ്പുള്ളവരോ അല്ലാത്ത ആളുകൾ ശഅബാൻ അവസാനത്തിൽ നോമ്പെടുക്കരുത്. ശഅബാൻ 30 മറ്റോ അഥവാ ശക്കുള്ള ദിവസങ്ങളിൽ മാത്രമായി, അഥവാ റമളാനിനെ ഒരു ദിവസം കൊണ്ട് മുന്തിപ്പിക്കുക, ഒരു സൂക്ഷ്മത എന്നുള്ള നിലക്ക് ശഅബാൻ അവസാനത്തിൽ നോമ്പെടുക്കരുത് എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഹൈളും നിഫാസുമുള്ള ദിവസങ്ങളിൽ അവരും നോമ്പെടുക്കുവാൻ പാടില്ലാത്തതാണ്. ഇത്രയുമാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അള്ളാഹുവാണ് കൂടുതൽ അറിയുന്നവൻ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വ ആലിഹി വ അസ്ഹാബിഹി വസല്ലം.